പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥകൾ ഇപ്പോൾ കൊച്ചിയിലെ ഹൃദയഭാഗമായ കലൂരിൽ കേൾക്കാം. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വനാന്തരങ്ങളിൽ വസിക്കുന്ന കാടർ വിഭാഗക്കാരും നിലമ്പൂരിൽ നിന്നെത്തിയ ചോലനായ്ക്കരും കാട്ടുനായ്ക്കരും കേരള ബാംബു ഫെസ്റ്റിന്റെ ഭാഗമായാണിവർ എത്തിയിരിക്കുന്നത്. എളുപ്പത്തിൽ പ്രാപ്യമാകുന്ന, എളുപ്പത്തിൽ വഴങ്ങുന്ന ഒന്ന്, അങ്ങനെയാണ് മുള ആദിമ ജീവിതങ്ങളുടെ ഭാഗമാകുന്നത്. കിടക്കാനുള്ള പായ മുതൽ ഉണ്ണാനുള്ള പാത്രം വരെയും ഇരപിടിക്കാനുള്ള അമ്പുകളായും താളം പിടിക്കാനുള്ള വാദ്യോപകരണങ്ങളായും അങ്ങനെ മുള മാറി. മുള തന്നെ ഒരു ജീവനുള്ള പൈതൃകമാകുന്ന അവസ്ഥ. ചില്ല ഒത്തൂളി തോട്ട് വളറിലഞ്ചില്ല കാലവപ്പൻ സലാമില്ല തഞ്ചില്ല കയ്യവപ്പൻ സലാമില്ല തഞ്ചില്ല താനാനേ താനേ. ഈ പാട്ടുകൾ ഞങ്ങൾ ആൾക്കാരിങ്ങനെ മരിച്ചു പോകുമ്പോഴും പാടും. പിന്നെ വല്ല കല്യാണമോ ഇവർക്ക് ജീവിതവും അതിജീവനവും ചരിത്രവും പൈതൃകവുമെല്ലാം നിസാരമെന്ന് നമ്മൾ കരുതുന്ന മുളയിലാണ്. പരസ്പരം പൂരകങ്ങളായി അവ ഇഴചേർന്നിരിക്കുന്നു. മുള പ്രധാനമായിട്ടും ഞങ്ങളുടെ ജനനം മുതൽ മരണം വരയ്ക്കുള്ള ഒരു ഘടകമാണ് ആക്ച്വലി മുള എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ അത് എങ്ങനെ നമ്മുടെ ആളുകൾ മുള ഉപയോഗിക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില ആദ്യത്തെ ടേബിളിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ മീൻപിടുത്തവും അതിൻ്റെ വേട്ടയാടലും പോലുള്ള ഇതിനെല്ലാം തന്നെ അവരുടെ ഉപകരണങ്ങൾ, മീൻ പിടിക്കലും മീൻ ഉണക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ മുള വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ നമ്മുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അടിയന്തരം പോലുള്ള ചടങ്ങുകളാണെങ്കിലും, പിന്നെ ഉത്സവങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ, കുടി, കൊട്ട, പിന്നെ തുടി നിർമ്മാണം, കുഴൽ നിർമ്മാണം, ഇതിനെല്ലാം തന്നെ മുള വളരെ അത്യാവശ്യമുള്ളതാണ്. മുള നമ്മൾ അമിതമായിട്ട് വനത്തിൽ നിന്ന് വെട്ടിക്കൊണ്ടു പോകുമ്പോൾ വനത്തിൽ താമസിക്കുന്ന വിവിധ ആദിവാസി വർഗങ്ങൾക്ക് അവരുടെ പരമ്പരാഗത ആചാരങ്ങൾ നശിക്കുന്നു. രണ്ടാമത്തേത് അവരുടെ വേട്ടയാടൽ മീൻ ശേഖരണം പോലുള്ള സംഭവങ്ങൾ അത് നശിക്കുന്നുണ്ട്. അതായത് അവരുടെ ഭക്ഷണം പോലുള്ളത് നശിക്കുന്നുണ്ട്. ഉപകരണങ്ങൾ പലതും കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെട്ടു. പിന്നെ എന്തിന് ഇക്കാലത്ത് മുള എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിൽ വന്ന് ജോലി ചെയ്യുന്ന ആളും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാളും അങ്ങനെ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അവരെവിടേക്കോ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്കാണെങ്കിൽ ഫുള്ളായിട്ട് മോഡേണൈസേഷൻ പോലുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടുമില്ല, എന്നാൽ പഴമയിലേക്ക് പോകാനും പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഡോക്യുമെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് പുതിയൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളുടെ സംസ്കാരത്തെ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. പലപ്പോഴും ട്രൈബൽ കമ്മ്യൂണിറ്റീൻ്റെ വാമൊഴിയായിട്ട് പകർന്നു കൊടുക്കുന്നതാണ് നമ്മുടെ അറിവുകളെല്ലാം. നമുക്കിത് ഫാമിലിയിൽ നിന്നാണ് കിട്ടേണ്ടത്. ആ അറിവ് അവിടെ നഷ്ടപ്പെട്ടു പോകാണ്. ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെ അവിടെ ബിൽഡ് ചെയ്യാണ്. ആ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് മെഡിസിൻസിൻ്റെ ആയാലും, ഇപ്പോൾ കാട്ടിൽ നിന്ന് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുന്നതായാലും, മുള കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതായാലും പലതരത്തിലുള്ള നോളജ് നമുക്ക് ജീവിക്കാനുള്ള, അത്രയും പ്രകൃതിയെ ഒരിക്കലും ദോഷം ചെയ്യാത്ത രീതിയിൽ ജീവിക്കാനുള്ള ആ അറിവാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രോജക്റ്റിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് കാടർ, ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ. അപ്പം ഇവരെ ജീവിത നിലവാരം ഉയർത്താനും അതേപോലെ അതിൽ ലൈവ്ലിഹുഡാണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസ്. അപ്പം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവർ നിത്യോപയോഗ ജീവിതത്തിൽ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടും ഡെയിലി ജീവിത രീതിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുളയുടെ പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം അതെങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്തൊക്കെയാണ്, അതൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എക്സിബിഷൻ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് KFRA. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുനയ്യപ്പൻ, ജനം.